പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ 16-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വാക്യമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം കാര്യസ്ഥൻ വന്നു. കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിലാണ് കാര്യസ്ഥൻ നമ്മുടെ ഇടയിലേക്ക് വന്നത്. അന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുവാനാണ് പരിശുദ്ധാത്മാവ് വന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മളെ അവൻ വഴി നടത്തും. നമ്മളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തും. നമ്മുടെ ഉള്ളിൽ ബോധം വരുത്തുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഒരു പ്രാസംഗികനായ ഡോക്ടർ ജോൺ ഡിയുടെ ഒരു മെസ്സേജ് കേൾക്കാനിടയായി. അതിനകത്ത് പറയുന്നുണ്ട്, ഒരു കത്തോലിക്ക സഭയിലുള്ള ഒരു വീട്ടിൽ ഒരു വൈദികൻ അവിടെ വെഞ്ചരിക്കാൻ പോയി. അപ്പോൾ അവർക്ക് 2 മക്കളാണുള്ളത്. ആ 2 മക്കൾ, ഒരാൾ ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ മുറിയിലേക്ക് പോയി. ആ മോളുടെ മുറിയിലേക്ക് പോയപ്പോൾ അവിടെ 2 കസേര വെച്ചിരുന്നു. ആ കസേരയിൽ ആ വൈദികൻ ഇരിക്കാൻ ഇടയായി. അപ്പോഴത്തേക്ക് ആ മോള് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, ആ കസേരയിൽ ഇരിക്കരുത്. ഇന്നേ വരെ ഞാൻ ആരെയും ആ കസേര ഇരുത്തിയിട്ടില്ല. അച്ഛൻ മറ്റേ കസേര ഇരുന്നു. എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ മാതാപിതാക്കൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അന്നു മുതൽ ഇന്ന് നാളെ വരെയും ഞാൻ ഈ കസേരയിൽ ആരെയും ഇരുത്താറില്ല. അത് ഞാൻ പഠിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് സഹായമായിട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മ, ഈ കസേരയാണ് ഞാൻ പരിശുദ്ധാത്മാവോട്ട് സങ്കല്പിച്ച് ഞാൻ അവിടെ ഇരിക്കുന്ന. അതുകൊണ്ട് ഞാൻ അവിടെ ആരെയും ഇരുത്തത്തില്ല. അത് പരിശുദ്ധാത്മാവിനുള്ള കസേരയാണ്. അതുകൊണ്ട് ഞാൻ ആരെയും ഇരുത്തത്തില്ല. അപ്പോൾ അച്ഛൻ വളരെയധികം വികാരീതനായി പറഞ്ഞു, മോളെ, ഞാൻ സിൽവർ ജൂബിലി കഴിഞ്ഞ ഒരു വൈദികനാണ്, എന്നെ നീ അത്ഭുതപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിച്ച ഒരു മോളാണ്. അവളെ ഒരു ഡോക്ടറാകാനുള്ള എല്ലാ കൃപകളും അവൾക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ പിന്നെ വേറൊരു ഇൻസിഡൻറ്റും കൂടെ അദ്ദേഹം പറയാൻ ഇടയായി. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടി ഞാൻ മനസ്സിലാക്കിയത്, ഒരു സിസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒരു ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്ററുണ്ട്. അപ്പോൾ ആ സിസ്റ്ററിന് ലേസർ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ആർക്ക് വെയിൻ കൊളാപ്സ് ആയാലും, വെയിൻ കിട്ടിയില്ലെങ്കിലും ആ സിസ്റ്ററെ വിളിച്ചാൽ ആ സിസ്റ്റർ കൈവച്ച് 3 പ്രാവശ്യം പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ഈ വെയിൻ കിട്ടാൻ സഹായിക്കണമേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എത്ര കൊളാപ്സ് ആയ വെയിനാണെങ്കിലും പുള്ളിക്കാരിക്ക് കിട്ടും. അങ്ങനെ ആ പുള്ളിക്കാരി ലേസർ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം ഡോക്ടർ ഒരു നിയോനേറ്റലിന് വേണ്ടി, സീരിയസ് ആയിട്ടുള്ള ഒരു കൊച്ചാണ്, അതിൻ്റെ വെയിൻ കൊളാപ്സാണ്, അവർക്ക് വെയിൻ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത്, അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞ, സിസ്റ്ററെ, കാർഡിയക് യൂണിറ്റിൽ ഒരു സിസ്റ്ററുണ്ട്, ലേസർ സിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, ഇവിടെ വെയിൻ കിട്ടിയില്ലെങ്കിലും ആ സിസ്റ്ററിനെ വിളിച്ചാൽ വരും. ഇപ്പം നമ്മൾക്ക് പീഡിയാട്രിക് യൂണിറ്റിലോട്ട് അവർ വിളിച്ചാൽ ആ സിസ്റ്റർ വരും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ വിളിക്കൂ. അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവർ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് കൊളാപ്സായ വെയിൻ അവർക്ക് കിട്ടി. അപ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു. സിസ്റ്റർ, നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് ഈ ശക്തി കിട്ടിയത്? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് കൂടെയുണ്ട്, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, ദൈവത്തിൻ്റെ മകളാണ് ഞാൻ. ആ പരിശുദ്ധാത്മാവാണ് എന്നെ വഴി നടത്തുന്നത്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അത് സാധിച്ചു തരുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഇൻസിഡൻസ് ആ ഡോക്ടർ ജോൺ ഡിയുടെ ഒരു പ്രസംഗത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ്. അപ്പോൾ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിനോട് ഞാൻ പറയട്ടെ. ഞാൻ ഒരു
നേഴ്സായിരുന്നു. MOHൽ ജോലി ചെയ്തിരുന്ന, കുവൈറ്റ് MOHൽ ജോലി ചെയ്തിരുന്ന നേഴ്സായിരുന്നു. ഞാൻ അവിടെ ഒരു ബേൺസ് യൂണിറ്റിലാണ് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ബിസിയാണ്. ഒരു ടെൻറ്റിലെങ്ങാണ്ട് തീ പടർന്ന് വിളിച്ച് കുറേ ആൾക്കാർ വന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. ഞാൻ അവിടുത്തെ ഗ്രൂപ്പ് ലീഡറാണ് പോയിസൺസൊക്കെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ പോയിസൺ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി ലേറ്റായിപ്പോയി വന്നത്. അപ്പം അടുത്ത ഷിഫ്റ്റുകാർ പറഞ്ഞു, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, പോയിസൺ കബോർഡ് പുറകാലെ നോക്കിക്കോ, ഞങ്ങൾ താക്കോൽ ഏൽപ്പിക്കുന്നു. അവർ താക്കോൽ എൻ്റെ കയ്യിൽ തന്നു, ഞാൻ അത് പോക്കറ്റിലിട്ടു. പക്ഷേ എനിക്കത് പോയി ചെക്ക് ചെയ്യാനുള്ള സമയം കിട്ടില്ല. 3-4 അഡ്മിഷൻ വന്നത് കാരണം അതിൻ്റെ പുറകെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് അത് നോക്കാനുള്ള സമയം കിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഒരു പാകിസ്ഥാനി സിസ്റ്ററാണ് വന്ന് നോക്കിയപ്പോൾ അതിനകത്തൊരു പെതലിന് കുറവുണ്ട്. അപ്പോൾ ആ പെതലിന് കുറവ് അറിയാമല്ലോ, പോയിസൺസ് ഇങ്ങനെ നാർക്കോട്ടിക്സൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര പ്രോബ്ലമാണ് അവിടെ. അപ്പോൾ അവിടെ എൻ്റെ ഇൻചാർജ് വന്ന് പറഞ്ഞു, ഞാൻ വലിയ അതോറിറ്റിയെ അറിയിക്കാം, നിങ്ങളുടെ ഒരു പോയിസൺ എവിടെ പോയി, പെതലിന് എവിടെ പോയി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ തരണം, അത് ജോലി തന്നെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു അരമണിക്കൂർ സമയം തരൂ. അപ്പോൾ അവർ പറഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞിട്ട് സമയം തരാം. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രൈവറ്റ് റൂമുണ്ട്, ആ പ്രൈവറ്റ് റൂമിലിരുന്ന് മുട്ടമ്മേ കുത്തിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ആ പെതലിന് എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തന്നേ പറ്റത്തുള്ളൂ കർത്താവേ എന്ന് പറഞ്ഞാൽ കരഞ്ഞ് കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു ക്ലീനർ കയറി വന്നിട്ട്, സിസ്റ്റർ എന്തിനാണ് കരയുന്നത്? ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു പെതലിനും കാണാതെ പോയി, അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ കരയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല സിസ്റ്ററെ, ഞാൻ എവിടെയാണ് കച്ചട കൊണ്ട് കിടക്കുന്നത്, അവിടെ പോയി വേസ്റ്റ് കിടക്കുന്നിടത്ത് ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിസ്റ്റർ അവിടെ പോയി നോക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ഇൻചാർജിനെ വിളിച്ചുകൊണ്ട് അവിടെ പോയി. അവിടെ കുറേ വേസ്റ്റ് ടിന്നുണ്ട്, അതിനകത്ത് ആരുടെ ഏത് വാർഡിലെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, അവർ ആദ്യം വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ആദ്യം ഒരു വേസ്റ്റ് ബാഗ് എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ മുകളിലാണ് കിടക്കുന്നു, ഏറ്റവും മുകളിലൊരു പെതലിൻ്റെ ഒരു empty ബോട്ടിൽ കിടക്കുന്നു. അപ്പോൾ അവരത് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തു. മോർണിംഗിലെ ഒരു പേഷ്യൻസിന് ഇത് കൊടുക്കേണ്ടതാണ്. ഇത് പെതലിൻ ബിഫോർ സർജറിക്ക് കൊടുത്താണ്. അപ്പോൾ അത് ഇവിടെ ആ empty ബോട്ടിൽ നമ്മളവിടെ പോയിസൺ കബോർഡിൽ വെച്ചിരിക്കണം. അപ്പോൾ അത് അവർ വെക്കാതെ അത് വേസ്റ്റിലേക്ക് കളഞ്ഞത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അവർ നോട്ട്സിനകത്ത് എഴുതിയിട്ടുണ്ട്, പെതലിൻ കൊടുത്തു, അവരുടെ സൈനുമുണ്ട്. അപ്പോൾ അങ്ങനെ ആരാണെന്ന് ഇത് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പം ദൈവം അവിടെ എനിക്ക് വലിയൊരു അത്ഭുതം ചെയ്തു തന്നു. ഇതെൻ്റെ ഒരു സാക്ഷ്യമാണ്, ഞാൻ പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദൈവം എന്നെ അവിടുന്ന് ആ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിച്ചു. അപ്പം നമ്മൾ ദൈവത്തോട് മുട്ടിപ്പായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിത്തരും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അതുപോലെ നമ്മുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാലും നീങ്ങിപ്പോകും അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ടെസ്റ്റിമോണി ആയിട്ട് ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ എന്ത് പ്രയാസഘട്ടത്തിലും നമ്മൾ ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. അപ്പം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും എന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചത്. അപ്പം ഇത് നമുക്ക് നമ്മളുടെ കാര്യസ്ഥൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വേദവാക്യം. നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, പാപത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ബോധം വരുത്തുക, പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ന്യായവിസ്താരത്തിൽ നമുക്ക് ലോകത്തിന് ബോധം വരുത്തും. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും ദൈവം നമുക്ക് അതിൻ്റെ അനുഭവം തരും.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ, ബ്ലെസ്സഡ് ഡേ. ബൈ. Thanks for watching my video.